വി.എസ്. രഞ്ജിത്തും ടി വി പ്രസാദും വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ലീഗ് ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്നലെ അടക്കം പ്രതികരിച്ചത്. പക്ഷേ അതിൽ ചില പാകപ്പിഴകളുണ്ട് എന്ന് ലീഗ് സമ്മതിക്കുകയാണോ? ലീഗിനകത്ത് ഇതെങ്ങനെയാണ് ചർച്ചയാവുന്നത് രഞ്ജിത്ത്? സ്മൃതി, ലീഗിന്റെ പ്രഖ്യാപിതമായ നിലപാട് എന്ന് പറയുന്നത് വഖഫ് ബോർഡിനകത്ത് അമുസ്ലിം അംഗങ്ങൾ പാടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം PMA സലാം പറഞ്ഞത്. ഒരു മതസ്ഥാപനത്തിന്റെ അകത്ത് ആ മതത്തിൽപ്പെട്ട ആളുകളല്ലാതെ ഇതര മതസ്ഥർ, അതിപ്പോൾ വഖഫ് ബോർഡിലാണെങ്കിലും ദേവസ്വം ബോർഡിലാണെങ്കിലും അങ്ങനെ ഇതര മതസ്ഥർ കടന്നുകൂടാൻ പാടില്ല എന്നുള്ളതാണ് ലീഗിന്റെ പ്രഖ്യാപിതമായ നിലപാട്. അതുകൊണ്ടാണ് ഈ ഉമീദ് ആക്ടിന്റെ ഭേദഗതിക്കെതിരെ BJP കൊണ്ടുവന്ന ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് ഹർജിയുമായി ലീഗ് തന്നെ പോകാനുള്ള കാരണം. അതിന് ഘടകവിരുദ്ധമായൊരു നിലപാട് ലീഗ് ഉൾപ്പെട്ട സർക്കാരും സ്വീകരിക്കില്ല എന്നാണ് ലീഗ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് അത് തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണ്. സെക്ഷൻ 14 പ്രകാരമുള്ള പുനഃസംഘടനയ്ക്ക് തയ്യാറാണ് എന്ന മട്ടിലുള്ള ഒരു സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ അത് പൊതുസമൂഹത്തിനിടയിൽ വലിയ തെറ്റിദ്ധാരണയുണ്ടാക്കും. ഇന്നിപ്പോൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള എഡിറ്റോറിയൽ പോലും അത്തരത്തിൽ സർക്കാർ നിലപാടിനെ BJP നിലപാടുമായി കൂട്ടിക്കെട്ടുന്ന ഒരു ആഖ്യാനമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സത്യവാങ്മൂലം തെറ്റിദ്ധാരണാജനകമായിരുന്നു. സെക്ഷൻ 14 പ്രകാരമുള്ള പുനഃസംഘടന നടക്കുമ്പോൾ അതിൽ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നത് സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്കനുസരിച്ച് മാത്രമായിരിക്കും എന്ന് എഴുതി ചേർത്തില്ല എന്നുള്ളതാണ് ലീഗിന്റെ ഭാഗത്തുള്ള അതിർത്തി. വകുപ്പ് മന്ത്രിക്കും അക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ AG's ഓഫീസിൽ നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് സെക്ഷൻ 14 ഇതിനകം തന്നെ സുപ്രീം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് ആ സെക്ഷൻ 14 പ്രകാരം പുനഃസംഘടിപ്പിക്കുമ്പോൾ സുപ്രീം കോടതി വിധി അനുസരിച്ച് മാത്രമേ പുനഃസംഘടന നടക്കൂ എന്നുള്ളൊരു വിശദീകരണമാണ്. പക്ഷേ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് കോടതിയും ചില നിർദ്ദേശങ്ങൾ പറഞ്ഞു. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിയമം ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജികളുണ്ട് എങ്കിലും ഇപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാവൂ. നിലവിലെ നിയമത്തെ കോടതി അംഗീകരിച്ചതാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി സർക്കാരിനുണ്ടല്ലോ, അത് ലീഗ് എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ഇത് പുനഃസംഘടിപ്പിക്കും. അതായത് സെക്ഷൻ 14 അനുസരിക്കില്ല എന്നുള്ളതല്ല, സെക്ഷൻ 14 പ്രകാരം ചെയ്യുമ്പോൾ തന്നെ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്കനുസരിച്ച് എന്നുകൂടി എഴുതി ചേർക്കാമായിരുന്നു സത്യവാങ്മൂലത്തിൽ എന്നുള്ളതാണ്. ഇപ്പോൾ അത് തെറ്റിദ്ധാരണാജനകമായി ഇപ്പോൾ ഉണ്ടാക്കുന്ന എല്ലാ വിവാദങ്ങൾക്കും കാരണം ആകുമെന്നുള്ളതാണ്. പക്ഷേ ലീഗിനറിയാം, ഈ പൊതു സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ലീഗിനറിയാവുന്ന നേരത്തെ സ്മൃതി സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ നിയമമായി കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ സർക്കാർ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉമർ ഫൈസി മുക്കത്തെയും PU അലിയെ പോലുള്ള ആളുകളെ മുഴുവൻ നിയമിച്ചത്, റഹീമിനെ നിയമിച്ചത്, കുഞ്ഞഹമ്മദ് കുട്ടിയെ നിയമിച്ചത്, അങ്ങനെയുള്ള MLA-മാരെയൊക്കെ നിയമിച്ചത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ 2 അമുസ്ലിം അംഗങ്ങളെ മാത്രം നിയമിച്ചില്ല എന്നുള്ളതാണ്. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സർക്കാരിന് നിയമിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ലീഗിനും അറിയാവുന്നതാണ്. പക്ഷേ അതൊക്കെ വിശദീകരിച്ച് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയമായിട്ടുള്ള ആഖ്യാനങ്ങൾ അത് ലീഗിനും സർക്കാരിനും എതിരായി തീരും. അതുകൊണ്ട് ഈ സത്യവാങ്മൂലത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തണമായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ പ്രത്യേകമായി എടുത്തു പറയുന്നത് 4 ഹർജികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഷിയ വിഭാഗത്തെ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയെ, അമുസ്ലിം അംഗങ്ങളെ, അങ്ങനെ ഓരോ പ്രത്യേകം ഹർജികൾ ഉണ്ടായിരുന്നു. ഇതിൽ 4 ഹർജികൾക്കും കൂടി ഒരൊറ്റ സത്യവാങ്മൂലം കൊടുക്കുന്നതിന് പകരം 4 വ്യത്യസ്തമായ സത്യവാങ്മൂലങ്ങൾ കൊടുത്തു ഓരോന്നിനും വ്യക്തത വരുത്താമായിരുന്നു എന്നുള്ളതാണ് ലീഗ്. അതിലിപ്പോൾ ഷോൺ ജോർജ് കൊടുത്തിരിക്കുന്ന ഹർജി അതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ സർക്കാർ നീങ്ങി എന്നുള്ളതാണ്.